ധോമോളുടെ ആദ്യത്തെ പിറന്നാൾ നമ്മൾ കോഴിക്കോട് കട്ടാങ്ങലുള്ള ഒരു വൃദ്ധസദനത്തിൽ വെച്ചാണ് നമ്മൾ ആഘോഷിച്ചത്. ഇതൊരു വീഡിയോ ആയിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ കാര്യം വേറൊന്നുമല്ല, ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ നമ്മുടെ എന്ത് നല്ല ഓർമ്മകളാണ് എന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാ തരത്തിലും നമ്മുടെ ഡാറ്റാസ് കീപ്പ് ചെയ്യാൻ സേഫ് ചെയ്യാൻ വേണ്ടി പല രീതിക്കും നമ്മൾ നോക്കുമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ആ വീഡിയോസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഫോട്ടോസ് ആണെങ്കിലും ഫേസ്ബുക്കൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എത്ര കൊല്ലം കഴിഞ്ഞാലും അത് അവിടെ കിടക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് പോസ്റ്റ് ചെയ്തത്. നമ്മുടെ ഫോൺ മാറിയാലോ ഫോൺ നാശമായാലോ അല്ലെങ്കിൽ കുറേ കാലങ്ങൾ കഴിഞ്ഞാലോ ഒന്നും സംഭവിക്കില്ല. നമുക്ക് ഈ ചാനലിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോസും നല്ല നല്ല ഓർമ്മകളൊക്കെ കാണാൻ പറ്റും. ധോമോളുടെ ആദ്യത്തെ ബർത്ത്ഡേ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയ, നമ്മളെ നല്ല ഏതൊരു അച്ഛനമ്മേനെ സംബന്ധിച്ചിടത്തോളം മോളുടെ ആദ്യത്തെ ബർത്ത്ഡേ എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. നമ്മൾ വേറെ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് നമ്മുടെ കടയിൽ നിന്ന് ചെറിയൊരു കേക്ക് കട്ട് ചെയ്തു. പിന്നെ ഫാമിലി ആയിട്ട് അങ്ങനത്തെ പരിപാടികളോ ഫംഗ്ഷനോ ഒന്നും ഇല്ലായിരുന്നു. അതിനുശേഷം രാവിലെ ഇവിടെ വന്നു ആഘോഷം എന്നുള്ള രീതിക്കായിരുന്നു. നമ്മൾ ഇവിടെ ചൂസ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ധോമോളാണ്. കാരണം ആള് ഇത്ര പ്രായമായവരായിട്ട് മിങ്കിളാവുന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അമ്മാമ അപ്പാപ്പൻ എന്നുള്ളൊരു റിലേഷനോ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു ഇതിലോട്ട് ആളിതുവരെയായിട്ട് ആയിട്ടില്ല. ആകപ്പാടെ കാണുന്ന മുഖങ്ങൾ എന്ന് പറയുന്നത് ഞാൻ, അതേപോലെ തന്നെ ഷാനു, പിന്നെ ഷാനുവിൻ്റെ ചേട്ടൻ, പിന്നെ എൻ്റെ അനിയൻ, നമ്മൾ 4 പേരെ തന്നെ ഉള്ളൂ ആൾക്ക് മെയിനായിട്ട് പരിചയം. പിന്നെ അയൽവാസികളായിട്ടുള്ള കുറച്ച് നെയ്ബറായിട്ടുള്ള ആളുകളെ ഉള്ളൂ ആൾക്കൊരു പരിചയം കാര്യങ്ങളും എന്നൊക്കെ ഉള്ളത്. സോ അതൊക്കെ ഒന്ന് അവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചൂസ് ചെയ്തത്. നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്തത്. അതേപോലെ തന്നെ വേറൊരു ഇതിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ജീവിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിലും അവരൊരു പേരക്കുട്ടികളെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും, കളിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അതൊക്കെ ഒരു സൈഡിലുണ്ടെങ്കിൽ പോലും പക്ഷേ ഇത് നമുക്ക് അവരൊരു സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ് ഞാൻ പറയുക. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ധോമോക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ പോയി ആഘോഷിച്ചത്. അവർ നമുക്ക് അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ അവർ ചെയ്തു തന്നു. നമ്മുടെ വീട്ടിൽ നമ്മൾ ചെറുതായിട്ട് കുറച്ച് മീൻകറിയും ചോറും കാര്യങ്ങളൊക്കെ വെച്ചു. ഞാനുണ്ടായിരുന്നു, അനിയനുണ്ടായിരുന്നു, ഷാനുണ്ടായിരുന്നു, പിന്നെ മോളും, പിന്നെ എൻ്റെ 2 ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമുക്കൊരു ചെറിയ രീതിക്കുള്ളൊരു ആഘോഷം കാര്യങ്ങളൊക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റി. എന്തായാലും നല്ല എന്താ പറയുക, ഒരു വയസ്സെന്ന് പറയുന്ന ഇതൊരു മൈൽ സ്റ്റോണാണ്. ഇവർക്ക് ഇനി എത്ര വയസ്സായാലും ഇവളെ കല്യാണം കഴിഞ്ഞാലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇവിടേക്ക് പോയിട്ടാണ് നമ്മൾ ആഘോഷിച്ചത് എന്നുള്ളത് നമുക്കും സന്തോഷം നൽകുന്ന കാര്യമായിരിക്കും. ഒരു പക്ഷേ അവൾക്കും വലിയൊരു സന്തോഷം നൽകുന്ന കാര്യം തന്നെ ആയിരിക്കും. നന്ദി.